ലാഭം മാർക്കറ്റിൽ ലാഭം ആർക്ക്? ഇന്നൊരു ലാഭം മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി. ചില മാസങ്ങളിൽ ഞാൻ അവിടെ നിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കാറുള്ളത്. റേഷൻ കാർഡ് വഴി അരി വില കുറവായതുകൊണ്ട്. മുമ്പൊക്കെ 5 കിലോ അരി 25 രൂപയ്ക്ക് കിട്ടിയിരുന്നു. പിന്നീടത് 30 രൂപയായി. ഇപ്പോഴത് 33 രൂപയും. അന്ന് 5 കിലോ അരി കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് 4 കിലോ മാത്രം. പിന്നെ ഇന്ന് പോയപ്പോൾ പുതിയൊരു ഓഫർ പരസ്യവും ശ്രദ്ധയിൽപ്പെട്ടു. പ്രണയ സമ്മാനമായി ഫെബ്രുവരി 14 മുതൽ 28 വരെ 1000 രൂപയിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നവർക്ക്, അതായത് സബ്സിഡി ഇല്ലാതെ വാങ്ങിച്ചാൽ 1 കിലോ പഞ്ചസാര 14 രൂപയ്ക്ക്. ഇതായിരുന്നു ഓഫർ. 500 രൂപയിൽ കൂടുതൽ വാങ്ങിച്ചാൽ 1/2 കിലോ പഞ്ചസാരയും. പക്ഷേ ഇന്ന് 1260 രൂപയ്ക്ക് ഒരാൾ സാധനം വാങ്ങിച്ചു. അവർ 1 കിലോ പഞ്ചസാര ചോദിച്ചപ്പോൾ ഇല്ല, ഇതിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു. അവർ അത് ചോദ്യം ചെയ്തു. നെക്സ്റ്റ് കൗണ്ടറിൽ നിന്നും ആ 1 കിലോ പഞ്ചസാര ഉണ്ടെന്നുള്ള അറിയിപ്പ് കിട്ടി. അവർക്ക് അവിടെ നിന്ന് 1 കിലോ പഞ്ചസാര കൊടുത്തു. ആൾക്കാർ ചോദ്യം ചെയ്തു. ഓഫർ ഇല്ലെങ്കിൽ പരസ്യം എടുത്തു മാറ്റണമെന്ന് അവർ പറഞ്ഞു. എൻ്റെ ഊഴം വന്നു. 1000 രൂപ ആയില്ല. കാരണം 1000 രൂപയിൽ മുകളിലുള്ള സാധനത്തിന് 997 രൂപ, അതായത് 3 രൂപ കുറച്ച് എനിക്ക് തന്നിരിക്കുന്നു. കാരണം 1000 രൂപയുണ്ടെങ്കിൽ മാത്രമല്ലേ ഓഫറുള്ളൂ. ഞാനും പഞ്ചസാരയ്ക്ക് ചോദിച്ചു. 1000 രൂപ ആയാലല്ലേ ഓഫറുള്ളൂ എന്നവരുടെ സംസാരം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 997 രൂപയായി. ഇതിൽ 3 രൂപ കുറച്ചായിരിക്കും അല്ലേ? 1000 ആയാൽ ഓഫർ തരേണ്ടി വരും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ 997 രൂപയാക്കിയതായിരിക്കും അല്ലേ? എന്നാൽ എനിക്ക് 1/2 കിലോ പഞ്ചസാര വേണം. ഇതായി എൻ്റെ തീരുമാനം. ഈ ഓഫറിൽ ഇതാ എഴുതിയിരിക്കുന്നു, 1/2 കിലോ പഞ്ചസാര 500 രൂപയ്ക്ക് മുകളിൽ സാധനം വാങ്ങിയാൽ കിട്ടുമെന്ന്. ഈ ഓഫർ ഇപ്പോഴില്ല, 1/2 കിലോ തീർന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓഫർ ഇല്ലെങ്കിൽ ഈ ഓഫർ പരസ്യം ഇവിടെ വയ്ക്കരുത്, അത് മാറ്റണം. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ പറയൂ.